ഹായ് ഫ്രണ്ട്സ്, നമ്മൾ മഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിൽ രാവിലെ വന്നിറങ്ങി. ഏകദേശം അരമണിക്കൂറോളം ട്രെയിൻ ലേറ്റ് ആയിരുന്നു. അതിനുശേഷം മഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ലോക്കൽ ബസ് പിടിച്ച് നമ്മൾ കദംബ ബസ് സ്റ്റേഷൻ, അതായത് ഇവിടെയുള്ള നമ്മുടെ ഗോവയിലുള്ള കദംബ ബസ് സ്റ്റേഷൻ, ഇവിടെ നിന്നാണ് നമുക്ക് പനാജിയിലേക്ക് അല്ലെങ്കിൽ പഞ്ചിമിലേക്കൊക്കെ ബസ് കിട്ടുക. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ലോക്കൽ ബസ് പിടിച്ച് പഞ്ചിമിലെത്തും. നമ്മുടെ ഷാലി അവിടെ ക്ഷീണിച്ച് അവശതയായിട്ട് നിൽപ്പുണ്ട്. യാത്ര ചെയ്തിട്ട് പുള്ളിക്കാരിക്ക് ട്രെയിനിൽ ഉറങ്ങാനൊന്നും പറ്റിയില്ല എന്നാണ് പറയണത്. നമുക്ക് ഇവിടുന്ന് പനാജിയിലേക്കുള്ള ബസ് കിട്ടുന്നത് ഇത് കണ്ടോ, ഇവിടെ ഒരു ഓൺലൈൻ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് 2 ടൈപ്പിലുള്ള ബസ്സാണ് നമുക്കുള്ളത്. ഒന്ന് ലോക്കൽ ബസ് കിട്ടും. ലോക്കൽ ബസ് എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ്, ഇതാണ് ലോക്കൽ ബസ് വരുന്നത്. ഇത് സ്റ്റോപ്പുകളിലൊക്കെ നിർത്തി പോകുന്ന ബസ്സാണെന്നാണ് പറഞ്ഞത്, ഓർഡിനറി ബസ്. ഈ ബസ്സിന് 45 രൂപയാണ് ടിക്കറ്റ്. അതുപോലെ തന്നെ ഇതുപോലെ ഇലക്ട്രിക് AC ബസ്സുകളുണ്ട്. അത് നോൺ സ്റ്റോപ്പാണ്. ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പനാജിയിലാണ് സ്റ്റോപ്പ് ഉള്ളത്. പനാജിയിൽ മാത്രം നിർത്തുന്ന ബസ്സാണ്. അതിൽ പോകുമ്പോൾ നമുക്ക് വരുന്ന റേറ്റ് 50 രൂപയാണ്. അപ്പോൾ നമ്മൾ പനാജിക്കുള്ള AC ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അത് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ടിക്കറ്റ് തരുള്ളൂ എന്നാണ് പറഞ്ഞത്. അതുവരെ നമ്മളിവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഗോവ സീരീസിൽ എങ്ങനെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യാം, ഗോവ നിങ്ങൾ വന്നു കഴിയുമ്പോൾ ഒത്തിരി പൈസയൊന്നും കൊടുക്കാണ്ട് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് കേട്ടോ നമ്മുടെ വീഡിയോ വരുന്നത്. തുടർന്നുള്ള വീഡിയോകൾ വരിക. അപ്പോൾ ഈ നമ്മൾ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മഡ്ഗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഈ കദംബ ബസ് സ്റ്റേഷൻ വരാൻ നമ്മൾ ലോക്കൽ ബസ്സിലെടുക്കുന്നത് ഒരാൾക്ക് 20 രൂപയാണ് കേട്ടോ, 20 രൂപ. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത വീഡിയോകളിൽ കാണാം. ബൈ.